എന്തെല്ലാം സുരേഖ വിശേഷങ്ങൾ? എങ്ങനെ പ്രൊജക്റ്റിന്റെ വർക്കിൽ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല, വന്നതിലും കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഐഡിയാസ് മാത്രമേ ഉണ്ട്. എന്താ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിന്റെ ടോപ്പിക്ക് അടിപൊളി ടോപ്പിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഒരു പണി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് നീ ചൂസ് ചെയ്തത്. പണി കൊടുക്കുന്നതെന്നൊന്നും പറഞ്ഞുകൂടാ, ഞാൻ എൻ്റെ മോൻ്റെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് എടുത്തൊരു ടോപ്പിക്ക്. അതായത് ഇന്നത്തെ കുട്ടികൾ എപ്പം നോക്കിയാലും എന്തിലുള്ള യൂട്യൂബിലാണ്. നമുക്കറിയാം കൊക്കമ്പല എന്നൊക്കെ പറയുന്ന ഇത് അധികമായിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര അഡിക്ഷൻ അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നൊക്കെ പോകുന്നതിൽ നല്ലതല്ലേ. അത് കൂടെ നമുക്കൊരു എൻകറേജ്മെൻറ്റ് എന്ന രീതിയിൽ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് പോലെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. അതിൻ്റെ ഒരു നീ ഒന്ന് ആലോചിക്കണം, നീ ഇപ്പോൾ കുട്ടിയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അല്ല, ഞാനതിന് കുട്ടികളെ അപ്പാട് പഠനത്തിലേക്കല്ലല്ലോ കൊണ്ടുവരുന്നത്. അവർ വേസ്റ്റേജ് കളഞ്ഞ് സമയം നമുക്കതെങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നതിലോട്ടല്ലേ ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ അപ്പാട് അവരുടെ ഫോൺ വാങ്ങി വെക്കുന്ന പ്രോസസ്സ് അല്ലല്ലോ ചെയ്യുന്നത്. അതായത് നീ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും, പക്ഷെ എന്താണ് കൺട്രോളിങ് ഉണ്ടാവും. ഫോണിൽ നിന്റെ ഈ ആപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റൺ ചെയ്യുള്ളൂ. കാരണം അവർക്ക് വേണ്ടിയല്ല ഞാൻ അതിൽ ആപ്പിൽ ഓൾമോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൽ ആർട്സ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പസിൽസ് ഉണ്ട്. അതൊക്കെ തന്നെയല്ലേ കുട്ടികൾ കാണുന്നത്. അപ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കാണുന്നതിലും കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഒന്ന് നമ്മുടെ വ്യൂസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ ആപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ആപ്പ് എന്ന് പറഞ്ഞത് ഒരു പാരൻറ്റും ഒരു മെൻറ്ററും ഉൾപ്പെട്ടിട്ടാണ്. അതായത് കുട്ടിയുണ്ട്, ആ കുട്ടി എന്ത് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പാരൻ്റ് നമുക്കത് മെസ്സേജ് അയച്ച് വരും. അതായത് എത്ര ടൈം കുട്ടി ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ കളിച്ചിട്ടുണ്ട്, എത്ര ഇപ്പോൾ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്, എത്ര ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്കാണ്. അതായത് കുട്ടീൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാക്കുക എന്നുള്ള രീതിയിലുള്ള അത് കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ട് വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളെല്ലാം പെട്ടുപോയത് പ്രൊനൗൺസിയേഷൻ്റെ ടൈമിലാണ് നമ്മളൊക്കെ പെട്ടുപോയത്. അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മളെയും കാട്ടിയും കൂടുതൽ വെച്ചാൽ നമ്മളിപ്പോൾ സിംഗിൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പൊതുവെ എന്ന് വെച്ചാൽ സംസാരിക്കാൻ കുട്ടികളോട് ആരും ഇല്ല. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും ഉമ്മാമ്മയും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉമ്മാമ്മമാർ കുട്ടികളായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ്, അവർ കമ്മ്യൂണിക്കേറ്റ് ശരിക്കും പറഞ്ഞാൽ പാരൻസ് ആയിട്ടില്ല, ഗ്രാൻഡ് പാരൻ്റ് ആയിട്ടാണ് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ സിംഗിൾ ഫാമിലിയിൽ ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ നമുക്കും എങ്ങനെയെങ്കിലും എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ജോലിക്ക് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഉപ്പനും ജോലിക്ക് പോകും, നമ്മളും ജോലിക്ക് പോകും. അപ്പോൾ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആരും ഇല്ല. ഈ ഒരു ഗ്യാപ്പ് ഒരു എന്താ പറയുക ഫീലിംഗ് ഒന്ന് മാറ്റുക എന്നുള്ളത് കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരിക്കും എന്താ പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്ന രീതിയിലും കൂടി ഈ ആപ്പ് വർക്ക് ചെയ്യും. ഓക്കെ.